കണ്ണാടിക്കലിലാണ്, ആർട്സ് ക്ലബ്ബിലാണ്, യുവജന ആർട്സ് ക്ലബ്ബ്, അർജുൻ്റെ പ്രിയപ്പെട്ട ക്ലബ്ബിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പുള്ളാടിക്കുന്നിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ? ആളുകൾ ഒരുപാട് പേർ അവിടെ തങ്ങളുടെ പ്രിയപ്പെട്ടവനെ യാത്രാമൊഴി ചെല്ലാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ടോ? എന്താണ് പുള്ളാടിക്കുന്നിൽ നിന്നുള്ള കാഴ്ചകൾ സംബന്ധിച്ചു? അരുൺകുമാർ, അതായത് ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, നൂറുകണക്കിന് ആളുകളാണ് ഈ ദേശീയപാതയിലെ പൂളാടിക്കുന്ന് ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നത്. ഈ സമീപകാലത്ത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സാധാരണ മനുഷ്യന് ഇത്ര വലിയൊരു യാത്രയപ്പ് ലഭിക്കുന്നത്. സാധാരണ രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്ന ആളുകളോ ഒക്കെ തന്നെ അന്തരിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു വിലാപയാത്ര, ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഒരു കണ്ണാടിക്കൽ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു സാധാരണക്കാരായ ഒരാൾ, അർജുൻ എന്ന് പറയുന്ന ഒരു യുവാവിന് വേണ്ടി കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന് എത്തിയ നൂറുകണക്കിന് ആളുകളാണ് ഈ ദേശീയപാതയുടെ രണ്ട് വശങ്ങളിലും നിൽക്കുന്നത്. രാവിലെ 5 മണി മുതൽ വന്ന് നിൽക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ പ്രായഭേദമന്യേ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, ഒപ്പം അർജുനൊപ്പം ഈ സമാനമായി ജോലി ചെയ്തിരുന്ന ലോറി ഡ്രൈവർമാരുണ്ട്, ലോറിയുടെ ഉടമകളുണ്ട്, ഈ പുള്ളാടിക്കുന്ന് നിവാസികളുണ്ട്, മറ്റ് ജില്ലയിൽ തൃശ്ശൂരിൽ നിന്നും മലപ്പുറത്തു നിന്നൊക്കെ തന്നെ എത്തിയ നിരവധി ആളുകളുണ്ട്. ഒപ്പം അർജുന് വേണ്ടി തിരച്ചിൽ ശിരൂരിൽ പോയ കോഴിക്കോട് ജില്ലയിലെയും ഇതര ജില്ലകളിലെയും രക്ഷാപ്രവർത്തകരുണ്ട്, റെസ്ക്യൂ ടീംസ് ഉണ്ട്, അവരുടെ അംഗങ്ങൾ, അങ്ങനെ നിരവധിയായ ആളുകളാണ് ഈ പൂളാടിക്കുന്ന് ജംഗ്ഷനിൽ കാത്തു നിൽക്കുന്നത്. അല്പസമയത്തിനകം തന്നെ വിലാപയാത്രയായിട്ട് ഇവിടേക്ക് അർജുൻ്റെ മൃതദേഹം എത്തും. മറ്റൊരു കാര്യം, ഞങ്ങൾ ഈ ദൃശ്യങ്ങൾ പകർത്തുന്ന ലോറി എന്ന് പറയുന്നത് മനാഫിൻ്റെ ലോറിയാണ്. ആ ലോറി ഓടിക്കുന്ന സാരഥി എന്ന് പറയുന്നത് അർജുനൊപ്പം ജോലി ചെയ്യുന്ന, അർജുനൊപ്പം യാത്ര ചെയ്ത രാമനാട്ടുകര സ്വദേശിയായ ലോറി ഡ്രൈവറാണ്. അദ്ദേഹം ലോറിയിൽ കയറിയിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പ്രതികരണം തേടാൻ സാധിക്കാതെ പോകുന്നത്. അതായത് ഈ അന്ത്യയാത്രയിലും മനാഫ് ഉൾപ്പെടെയുള്ള അർജുൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ സാഗർ കോയ ടിമ്പേഴ്സ് എന്ന കമ്പനിയുടെ ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തുകയും എല്ലാ സജ്ജീകരണങ്ങളും, ഇപ്പം നമുക്കുൾപ്പെടെ ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഉൾപ്പെടെ ലോറിയൊക്കെ തന്നെ എത്തിച്ച്, അർജുൻ ഉൾപ്പെടെ ജോലി ചെയ്ത വാഹനമാണിത്, അങ്ങനെ ആ വാഹനം തന്നെ എത്തിച്ചൊക്കെ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു, സേവ് അർജുൻ ഫോറം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു, അതിൻ്റെ ആളുകളുണ്ട്. കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകളുണ്ട്. ഞങ്ങൾ രാവിലെ ഇവിടെ നിൽക്കുന്ന സമയത്തൊക്കെ തന്നെ വാഹനത്തിൽ പോകുന്ന ആളുകൾ നമ്മളോട് ചോദിക്കും, എപ്പോഴാണ് അർജുൻ എത്തുന്നത്, എത്ര മണിക്കാണ് എത്തുന്നത്, ഇങ്ങനെ ആളുകൾ ചോദിക്കുമായിരുന്നു. നമ്മൾ പറയും ഒരു 8 മണിയോടെ 8:30 മണിയോടെ എത്തുമെന്ന് പറഞ്ഞാൽ അവരൊക്കെ തന്നെ ഇവിടെ ഇറങ്ങി നിന്ന് ഒരു നോക്ക് കാണാൻ, യാത്ര അയക്കാൻ വേണ്ടി പോവുകയാണ്. നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ ഒരു നോക്ക് കാണാൻ കഴിയില്ല, പക്ഷേ അർജുൻ്റെ മുഖം നമ്മുടെ മനസ്സിലുണ്ട്. ഇവിടെയുള്ള ആളുകളുടെ പോക്കറ്റിന് അവിടെ ഒരു ബാഡ്ജുണ്ട്, അർജുൻ്റെ ചിത്രം പതിച്ച ബാഡ്ജ് ധരിച്ചാണ് ഇവിടുത്തെ ആളുകൾ ഇവിടെ നിൽക്കുന്നത്. ഒപ്പം തന്നെ വാഹനത്തിൽ അർജുൻ്റെ ചിത്രമുണ്ട്. നമ്മൾ കഴിഞ്ഞ 10-75 ദിവസമായി കാണുന്ന അർജുൻ്റെ ഒരു ചിത്രം നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും മായാത്ത ഒരു ചിത്രമാണത്. നമ്മുടെ വീട്ടിലൊരു അംഗം എന്ന നിലയിൽ, നമ്മുടെ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു അനുജൻ അല്ലെങ്കിൽ ഒരു ചേട്ടൻ എന്ന നിലയിൽ നമ്മൾ കാണുന്ന, നമുക്ക് സുപരിചിതമായ ഒരു മുഖമായി അർജുൻ മാറിയിരിക്കുകയാണ്. അങ്ങനെ ആ പരിചയം വെച്ചാണ് ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ നമ്മൾ നാട്ടുകാർ സംസാരിച്ചപ്പോൾ അർജുനായിട്ട് നേരിട്ട് യാതൊരു പരിചയവുമില്ല, പക്ഷേ ആളുകൾ കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞാണ് ആളുകൾ എത്തുന്നത്.